Hi friends, welcome back to my channel. ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു സന്തോഷ വാർത്ത പറയാണ്ട് നമ്മുടെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സ് 101 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ സോഷ്യൽ ബ്ലേഡിൽ ഇപ്പോൾ കാണിച്ച ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 100 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരു ലഡു മെൻഷൻ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഇപ്പം ഞാൻ മടിയായതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാത്ത. എനിക്ക് നോട്ടൊക്കെ കുറേ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വെബ് സീരീസ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. യെസ് ഫ്രണ്ട്സ്, ഞാൻ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഇതാ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ ഇടാത്തൊരു ടൈപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച തന്നെ അൺബോക്സിങ്. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിന് 100 സബ്സ്ക്രൈബേഴ്സായ വകയിലാണ് ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. മോട്ട് എന്നാണ് കമ്പനീൻ്റെ പേര്. വയർലെസ് സ്പീക്കറാണ്. റേഡിയോ മാതിരിയാണ് ഇത് കാണാനുണ്ടാവുക. ഇതാണ് അതിൻ്റെ ബോക്സും. ഇതിൻ്റെ വില എന്നൊക്കെ പറയുന്നത് ഒരു 500-700 രൂപയൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള കമ്പനി സ്പീക്കർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് പവർ DC5 ആണ്. ബാറ്ററി എന്ന് വെച്ചാൽ ബിൽഡിൻ ലീഥിയം ബാറ്ററിയാണ്. 1200 mAh ആണ്. നമുക്ക് 4 മണിക്കൂർ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. സ്പീക്കർ ഫോൺ നമുക്ക് ഫോൺ വഴി കണക്ട് ചെയ്ത് സംസാരിക്കാനുണ്ട്. പിന്നെ വയർലെസ് ആണ് നമുക്ക് ആദ്യം അറിയാം. പിന്നെ സിഗ്നൽ റേഷ്യോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ഈ സ്പീക്കർ വെച്ചിട്ട് നമ്മളെ ഹോളിന് ഇത് കണക്ട് ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും നല്ല പവർഫുള്ളായിട്ടുള്ള സ്പീക്കറാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ 3 കളറിൽ വരുന്നുണ്ട്. ഞാൻ തന്നെ ആപ്റ്റോളത്തെ ആളോ 3 കളറിൽ വരുന്നുണ്ട് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളത് ബ്ലാക്കാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പെട്ടി. നമുക്കിത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ കൂടെ 2 ചാർജിങ് കേബിളുകൾ കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് കിട്ടാം. ഞാനിത് 2-3 മാസമായി ഇത് വാങ്ങിയിട്ട് ഞാനിത് കുറേ ഉപയോഗിച്ചതുമാണ്. പിന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്തത്. ചാർജറൊന്നും അന്നേ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. മൊബൈലിൻ്റെ ചാർജർ കൊണ്ടാണ് അത് ചാർജ് ചെയ്തത്. നമുക്ക് സ്പീക്കർ അങ്ങോട്ട് എടുക്കാം. എന്ത് പണി ഫ്രണ്ട്സ്, ഇവൻ്റെ പാക്കിങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇതാണ് നമ്മളെ കുട്ടാൻ. ബാക്കിലൊക്കെ നല്ല ഡിസൈനൊക്കെ തന്നിട്ടുണ്ട്. ഗ്രിപ്പുണ്ട്, പിടിച്ച വീഴെടുക്കാൻ. പിന്നെ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഇതാണ് നമുക്ക് ആൻറ്റീന. ഇത് നമുക്ക് റേഡിയോ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ആൻറ്റീനയൊക്കെ തന്നിട്ടുണ്ട് റേഡിയോ ആയിട്ട് ഉപയോഗിക്കാൻ. പിന്നെ ഇതാണ് 4 ടൈപ്പ് ഓഫ് ബട്ടൺ. അപ്പോൾ ഇത് പ്ലേ ബട്ടൺ എന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അല്ല, പ്ലേ ചെയ്യാനുള്ള നമ്മളിപ്പോൾ മൊബൈൽ വഴി കണക്ട് ചെയ്യുമ്പോൾ പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ബട്ടൺ. ഇതാണ് നമ്മളെ പ്ലസ് സൗണ്ട് കൂട്ടാനുള്ള ബട്ടൺ. ഇത് സൗണ്ട് കുറയ്ക്കാനുള്ള ബട്ടൺ. ഇത് മോഡ് ചേഞ്ച് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ ആദ്യം നിൽക്കുമ്പോൾ ആദ്യം നമ്മളിത് ഓണാക്കുമ്പോൾ ഇത് ബ്ലൂടൂത്ത്
സ്പീക്കർ. പിന്നെ ഞെക്കുമ്പോൾ നമുക്ക് ഈ USB ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ വരുന്നത്. പിന്നെ ഞെക്കുമ്പോൾ നമുക്ക് റേഡിയോ വരും. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന 5ാം പാതിരയിലെ ഫിഡ്ജറ്റ് സ്പിന്നർ എന്ന BGM ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിതൊന്ന് കിട്ടുന്നത്. ചിലപ്പോൾ ഞാൻ ക്യാമറയിലൂടെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വലുതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പീക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ലിങ്കൊന്നുമില്ല, PDF ആയിട്ട് വാങ്ങാം. അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ നല്ലൊരു, എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള അടിപൊളി സ്പീക്കർ തന്നെയാണ്. അത്യാവശ്യമൊക്കെ ഉപയോഗിക്കാം. പിന്നെ പോർട്ടബിൾ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെ വേണ്ട വെച്ചാൽ കൊണ്ടുപോവാം. ഞാൻ ഇതന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ 1200 mAh ഉണ്ട്. 4 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. 2-3 സിനിമ കാണാനുള്ളൊരു, ഇംഗ്ലീഷ് സിനിമയൊക്കെ 4-5 എണ്ണം കാണാനുള്ളൊരു സമയം ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഒരെണ്ണം കാണും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ ഹെഡ്ഫോണാണ്. ബോട്ടിൽ എന്ന കമ്പനീൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ഹെഡ്ഫോണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദിസ് ഈസ് UGN Media signing off. Run.